നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുക എന്നുള്ളത് ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. തൊഴിലിൽ പല പ്രശ്നങ്ങളും നേരിടുന്നവർക്ക് ചെറിയ ചെറിയ ഉപായങ്ങളിലൂടെ നമുക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരു വ്യക്തിയുടെ ജീവിതം സന്തോഷപൂർണവും സമ്പുഷ്ടവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നിറഞ്ഞതാകണമെങ്കിൽ അയാളുടെ കർമ്മഭാവം നന്നായിരിക്കണം. അത് അയാളുടെ ജാതകത്തിലെ തൊഴിൽ ഭാവമായിട്ടുള്ള 10ാം ഭാവം ബലമുള്ളതാണെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് കർമ്മം മികച്ചതാക്കാൻ കഴിയുകയുള്ളൂ. 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നല്ല സ്ഥാനത്ത് നിൽക്കുകയും ബലത്തോടു കൂടി നിൽക്കുകയും 10ാം ഭാവത്തിൽ നല്ല ഗ്രഹങ്ങൾ നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നല്ല തൊഴിലും ഏത് മേഖലയിലും വിജയിക്കാനും സാധിക്കും. 10ാം ഭാവാധിപന് അശുഭ ഗ്രഹയോഗമോ അശുഭ സ്ഥാന പ്രാപ്തിയോ അശുഭ ഗ്രഹദൃഷ്ടിയോ ഒക്കെ ഉണ്ടായാൽ കർമ്മ മേഖലയിൽ ആ വ്യക്തിക്ക് പുരോഗതി ഉണ്ടാകുന്നത് തടസ്സം വരും. പ്രത്യേകിച്ച് കർമാധിപനായിട്ടുള്ള ഗ്രഹം 3, 6, 8, 12 എന്നീ ഭാവങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ കർമ്മത്തിന്റെ പുരോഗതിക്ക് തടസ്സമുണ്ടാകുന്നതാണ്. ഇപ്രകാരം ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിൽ കർമ്മസ്ഥാനം ബലക്കുറവുള്ള പക്ഷം ചെറിയ ചെറിയ ഉപായങ്ങളിലൂടെ അത് മറികടക്കാനുള്ള ഉപായങ്ങൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. പരിഹാരം ചെയ്ത് നമുക്ക് അതിന് നിവർത്തി നേടാവുന്നതാണ്. അത് പ്രകാരത്തിൽ 12 രാശിക്കാരും ചെയ്യേണ്ട ലളിതമായിട്ടുള്ള പരിഹാര കർമ്മങ്ങളെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. ഓരോ രാശിക്കാരുടെയും പ്രത്യേക ഫലങ്ങളെ പറയാം. കർമ്മം ഉച്ചത്തിലാകാൻ നല്ല പുരോഗതി നേടാനായിട്ട് മേടക്കൂറുകാർ ചെയ്യേണ്ടത് അമാവാസി ദിവസങ്ങളിലും മൂലം നക്ഷത്ര ദിവസങ്ങളിലുമൊക്കെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുക. കൂടാതെ വടമാല, വെറ്റിലമാല ഇവയൊക്കെ അണിയിപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തുക. ഇപ്രകാരം തുടർച്ചയായി 6 മാസം ചെയ്തു പോന്നാൽ തൊഴിലിൽ അഭിവൃദ്ധി തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാർ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങളെ പരിശോധിക്കാം. ശനിയാഴ്ച തോറും ഇടവക്കൂറുകാർ ശനി ഭഗവാന് എള്ളെണ്ണ ഒഴിച്ച് ദീപം തെളിയിച്ചുകൊണ്ട് നീല ശംഖുപുഷ്പത്താൽ പുഷ്പാഞ്ജലി നടത്തി എള്ള്, അന്നം എന്നിവ നേദിച്ച് പ്രാർത്ഥിക്കുക. തുടർച്ചയായി ഈ കാര്യം 27 ശനിയാഴ്ചകൾ ആവർത്തിക്കുക. ശനിയാഴ്ച ശനി ഭഗവാന് പ്രത്യേക വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇത്തരത്തിൽ 27 ശനിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്ന പക്ഷം ഇടവക്കൂറുകാർക്ക് കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ പരിഹാര കർമ്മങ്ങളെ നോക്കാം. മിഥുനക്കൂറുകാർ പ്രദോഷ ദിവസങ്ങളിൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. 9 പ്രദോഷ ദിവസങ്ങൾ തുടർച്ചയായി ശിവാലയ ദർശനം നടത്തിക്കൊണ്ട് നന്ദി ഭഗവാന് കർഗമാല അണിയിക്കുക. ശിവഭഗവാന് കൂവളം കൊണ്ട് മാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർമ്മ പുരോഗതി ഉറപ്പായിട്ടും ലഭിക്കും. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാർ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങളെ പരിശോധിക്കാം. എല്ലാ മാസവും വരുന്ന ശുക്ലപക്ഷത്തിലെ, അതായത് വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി ദിവസത്തിൽ മുരുക ഭഗവാന് റോസാപ്പൂ അഥവാ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് മാല സമർപ്പിക്കുക. പുഷ്പാഞ്ജലി നടത്തുക. ചൊവ്വാഴ്ച ദിവസം അങ്കാരകൻ അഥവാ ചൊവ്വയെ സങ്കല്പിച്ചുകൊണ്ട് ദീപം തെളിയിക്കുക. നെയ്വിളക്കാണ് ഉത്തമം. തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ 6 മാസം ആവർത്തിക്കുന്ന ഒരാൾക്ക് കർമ്മ പുരോഗതി ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാർ ചെയ്യേണ്ട കർമ്മ പുരോഗതിക്കുള്ള പരിഹാരങ്ങളെ നോക്കാം. 27 വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് നെയ് ദീപം തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പാൽപായസം നേദിക്കുക. ഇത് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യുക. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശുക്രന് വെള്ളിയാഴ്ച ദിവസം വെള്ള പട്ട് ചാർത്തുക. അവിടെയും നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. 27 വെള്ളിയാഴ്ചകളിൽ ഇപ്രകാരം മുടങ്ങാതെ ചെയ്യുന്ന പക്ഷം ചിങ്ങക്കൂറുകാർക്ക് ഐശ്വര്യവും കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ്. അടുത്ത കന്നിക്കൂറുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെ പരിശോധിക്കാം. കന്നിക്കൂറുകാർ ബുധനാഴ്ച തോറും വ്രതമനുഷ്ഠിച്ച് വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധദേവന് ചെറുപയർ കൊണ്ട് പായസം ഉണ്ടാക്കി നേദിക്കുക. ഇത്തരത്തിൽ 6 മാസം തുടർച്ചയായി ചെയ്യുന്ന പക്ഷം കർമ്മത്തിൽ ഉറപ്പായും പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇനി തുലാക്കൂറുകാർ ചെയ്യേണ്ട പരിഹാരത്തെ നോക്കാം. തിങ്കളാഴ്ച തോറും ഭഗവതിക്ക് നെയ്ദീപം തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കൂടാതെ നവഗ്രഹ ക്ഷേത്രത്തിൽ ചന്ദ്രന് പുഷ്പാഞ്ജലി നടത്തുക. തുലാം രാശിക്കാർ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ തിരുപ്പതി വെങ്കടാചലപതിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. അത് സാധിക്കാത്ത പക്ഷം തിരുപ്പതി ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. 6 മാസം ഇത്തരത്തിൽ തുടർച്ചയായിട്ട് ചെയ്യുന്ന പക്ഷം കർമ്മ പുരോഗതി ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്.
ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെ നോക്കാം. ഞായറാഴ്ച തോറും ചുവപ്പ് വസ്ത്രം അണിഞ്ഞുകൊണ്ട് ചെമ്പരത്തിപ്പൂ കൊണ്ട് സൂര്യഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. സൂര്യക്ഷേത്രങ്ങളിൽ സൂര്യന് വഴിപാട് നടത്തുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ ഇവിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ ചെയ്യാം. ജന്മനക്ഷത്ര ദിവസം വരുന്ന ദിവസങ്ങളിൽ സൂര്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഇത്തരത്തിൽ 6 മാസം ചെയ്യുന്ന പക്ഷം വൃശ്ചികക്കൂറുകാർക്ക് ഉറപ്പായും കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാർ ചെയ്യേണ്ട പരിഹാരത്തെ നോക്കാം. ധനുക്കൂറുകാർ എല്ലാ ശനിയാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസി കൊണ്ട് പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. ബുധനാഴ്ചകളിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധന് പുഷ്പാഞ്ജലി നടത്തുക. ഒപ്പം ഗോമാതാവിന് ചെറുപയർ ഭക്ഷിക്കാനായിട്ട് നൽകുക. ഇത്തരത്തിൽ ധനുക്കൂറുകാർ 6 മാസം തുടർച്ചയായിട്ട് ചെയ്യുന്ന പക്ഷം കർമ്മ പുരോഗതി ഉറപ്പാണ്. ഇനി നമുക്ക് മകരക്കൂറുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെ നോക്കാം. വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമ പാരായണം ചെയ്തുകൊണ്ട് ഭഗവതിക്ക് പാൽപായസം നേദിച്ച് അത് ഭക്തർക്ക് വിതരണം ചെയ്യുക. മഹാലക്ഷ്മി സങ്കല്പത്തിൽ ദേവിക്ക് തുളസി കൊണ്ട് അർച്ചന നടത്തുക. മകരക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മ പുരോഗതി ഉറപ്പായും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാർ കർമ്മ പുരോഗതിക്കായി ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങളെ നോക്കാം. ചൊവ്വാഴ്ച തോറും കുംഭക്കൂറുകാർ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതോടൊപ്പം തന്നെ സ്കന്ദഷഷ്ടി കവചം, സ്കന്ദ ഗുരു കവചം എന്നിവയൊക്കെ പാരായണം ചെയ്യുക. മുരുക ഭഗവാന് തുടർച്ചയായി 27 ദിവസം അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. അല്ലാത്ത പക്ഷം എല്ലാ ചൊവ്വാഴ്ചയും ഇത്തരത്തിൽ പ്രാർത്ഥിക്കുക. 6 മാസക്കാലം അങ്ങനെ ചെയ്യുന്ന പക്ഷം കുംഭക്കൂറുകാർക്ക് കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് മീനക്കൂറുകാർ കർമ്മ പുരോഗതിക്കായി ചെയ്യേണ്ട പരിഹാരങ്ങളെ നോക്കാം. മീനക്കൂറുകാർ 9 വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുക. ചെറുകടല നേദിച്ച് ഭക്തർക്ക് പ്രസാദമായി നൽകുക. ഉദ്യോഗത്തിലും തൊഴിലിലുമൊക്കെ ഉയർച്ച സുനിശ്ചിതമാണ്. 12 രാശിക്കൂറുകാരുടെയും കർമ്മ പുരോഗതിക്കുള്ള പരിഹാരമാണ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞ അതാത് രാശി ലഗ്നത്തിൽ ജനിച്ചവർക്കും ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ലഗ്നാധിപനും ചന്ദ്രരാശിയാധിപനും രണ്ടും രണ്ടാണെങ്കിൽ 2 രീതിയിലും ചെയ്യുന്നത് കൂടുതൽ ശുഭപ്രദമാണ്. എല്ലാവർക്കും ഇത്തരം ലളിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ കർമ്മ പുരോഗതി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവരുടെയും ജീവിതം ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.